സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർധനയ്ക്കെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവിഷണൽ മാനേജറെ പ്രവർത്തകർ ഉപരോധിക്കുകയാണ് ഇപ്പോൾ. നിങ്ങൾക്ക് ഫ്രീ ആണ്, സൗജന്യമാണ്, നിങ്ങളെ തിണ്ണമെടുക്കൊണ്ട് നിങ്ങൾക്ക് എന്തോ ആവാം. ഒരു മര്യാദയുടെ സ്വഭാവമല്ലേ നിങ്ങൾ കാണിച്ചത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു സമരത്തിന് അതിൻ്റെ ഇടയ്ക്ക് മറ്റേ കൈകൊണ്ട് കൈകാര്യം ചെയ്യണത്. കൈകാര്യം ചെയ്തതിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥർ നേരത്തെ ഇവിടെ വന്നപ്പോഴേ പ്രശ്നമാണ്. ഞങ്ങൾ സമരമായി ന്യായമായ വിഷയമായി സമരം വന്നതാണ്. ഞങ്ങൾ വന്നപ്പോഴേ ഉദ്യോഗസ്ഥർ വലിയ പ്രവോക്കടാണ്. ഉദ്യോഗസ്ഥർ വലിയ പ്രശ്നമാണ്. പോലീസ് ഒരു സമരത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഞങ്ങൾ അവിടെ ഇരിക്കണോ തീരുമാനിച്ച് ഇനിയും അവിടെ ഇരിക്കും. ഞങ്ങൾ ആളെ വിളിച്ചുകൊണ്ട് വീണ്ടും വരും. ആളെ തീരുമാനിച്ചാൽ ചെയ്യാനുള്ള ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ. പക്ഷെ ഒരാളെ ഉപദ്രവിക്കുന്നത് വെച്ചാൽ അയാൾക്ക് നല്ല പരിക്കൊണ്ടത്. അയാൾ ഇടിക്കുകയെന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെ ഇടിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടോ ഇടിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? അത് ഞങ്ങൾക്കറിയാം ആരാണെന്ന്. ഞങ്ങളുടെ വീഡിയോ ഉണ്ട്, ഞങ്ങൾ വീഡിയോ പുറത്തുവിടും. ആ പുറത്തുവിട്ട് ഞങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യും. ഈ ന്യായമായൊരു വിഷയമല്ലേ? ഈ നാടിനെ ആകെ ബാധിക്കുന്നൊരു വിഷയമല്ലേ ഈ സമരം? ഏതെങ്കിലും നിലയിൽ ഒരാൾ ഈ സമരത്തിനെതിരെ അഭിപ്രായം പറയുമോ? നിങ്ങൾക്കെതിരെ അഭിപ്രായം കാണൂലല്ലോ. നിങ്ങൾ ചില ഉദ്യോഗസ്ഥ മേധാവികൾ നരേന്ദ്രമോദിയുടെ പണം വാങ്ങിച്ചിട്ട് നരേന്ദ്രമോദിക്ക് സേവ ചെയ്യണവരായിരിക്കും. നിങ്ങളെ സേവ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സേവ. ഇത് കേരളമാണെന്ന് ഓർത്തോളാം. ഇവിടെ നമ്മൾ ന്യായമായ സമരത്തിനാണെന്ന് ഒരു മോശം വാക്ക് പറഞ്ഞില്ലല്ലോ. അകത്തിരുന്ന പോലീസുകാർക്കറിയില്ല, RPFകാർക്കറിയില്ല. നിങ്ങളെ ഉദ്യോഗസ്ഥരുടെ നിങ്ങളൊരു വനിത വന്നല്ലോ, നമ്മളെന്ത് മാന്യമായിട്ടാണ് അവരോട് സംസാരിച്ചത്. അയാൾക്ക് പേടിയാണ്, മേലുദ്യോഗസ്ഥനെ പേടിയാണ്. അയാൾ ഇവിടെ നിന്ന് മാറ്റുമെന്ന് RPFകാരിക്കല്ല എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട. അവരെല്ലാം പാവകളൊക്കെ നിൽക്കുകയാണ്. ഈ സമരം ഞങ്ങളിത് നിർത്തുന്നില്ല. ഈ സമരം ഞങ്ങൾ നല്ല നിലയിൽ കൊണ്ടുപോകും. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിപ്പിക്കില്ല. വലിയ ശക്തിയായ പ്രതിഷേധം നമ്മളിതിൽ രേഖപ്പെടുത്തും. തുടർന്ന് നമ്മൾ ഈ ക്യാമ്പയിൻ തുടരും. നമ്മൾ ഇന്നിവിടെ പോകുന്നില്ല. ഇവിടെ നമ്മൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും. ഇവിടെ ഈ പറഞ്ഞ നിലയിൽ ഈ ഉദ്യോഗസ്ഥരെതിരായി പോലീസ് സാക്ഷി എടുക്കണം. ഞങ്ങളുടെ പരാതിയിന്മേൽ ഈ ചെയ്ത ഉദ്യോഗസ്ഥരെതിരായി പോലീസ് നമുക്ക് പരാതിയുണ്ട്. അതിന്മേൽ കേസ്. ഇവിടെ ഈ സമരം നമ്മൾ തുടരും. ഒരു സംശയവും വേണ്ട. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നില്ല. ഇവിടെ ഇരുന്ന് സമരം ചെയ്യും. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് വർധനയ്ക്കെതിരെ സമരം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ റെയിൽവേ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നാണ് ഡിവൈഎഫ്ഐയുടെ പരാതി. സനൂപ് RB വിവരങ്ങളുമായി. സനൂപ്, എന്താണ് സംഭവിച്ചത് അവിടെ? ഈ റെയിൽവേ പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായിട്ട് തിരുവനന്തപുരത്തെ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് വന്നത്. റെയിൽവേ സീനിയർ കൊമേഴ്ഷ്യൽ ഡിവിഷൻ ഓഫീസറെ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു. വലിയ ഉപരോധമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമിച്ചത്. ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തതിനിടെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥ പ്രവർത്തകരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. തുടർന്ന് ഈ പ്രവർത്തകരെ മുഴുവൻ പോലീസ് പുറത്തിറക്കുകയും പ്രവർത്തകരെ പോലീസ് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ഇവിടെ കുത്തിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ പ്രവർത്തകനെ കയ്യേറ്റം പ്രേമിച്ച ഉദ്യോഗസ്ഥരുടെ ഡിവൈഎഫ്ഐ ഏർപ്പെട്ടത്. ആരാണോ കയ്യേറ്റാൻ ശ്രമിച്ചത് ആ ഉദ്യോഗസ്ഥന്റെ ദൃശ്യങ്ങളടക്കം തങ്ങളുടെ കയ്യിലുണ്ട്. അത് പുറത്തുവിടും. കൈയും കാലും വേണമെന്ന് തല്ലി ഒടിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പറഞ്ഞത്. അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടുപോയായിരുന്നു. ഇപ്പോ നിലവിൽ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർക്കിംഗ് ഫീസ് ജൂൺ മുതലാണ് കൂട്ടിയത്. കുത്തനെ 30%, ഇരട്ടി ശതമാനത്തിലധികം വർധനവാണ് ഈ പാർക്കിംഗ് ഫീസിൽ വർധന. 5 രൂപ മാത്രം വരുന്ന 2 മണിക്കൂറത്തേക്ക് ബൈക്കിന്റെ ചാർജ് ഒക്കെയാണെങ്കിൽ 10 രൂപയാക്കി. അതേപോലെ തന്നെ ടിക്കറ്റ് ഇപ്പോൾ മാത്രമാണ് വരുന്നത്. അത് നേരത്തെ പാർക്കിംഗ് ഇപ്പോൾ 600 രൂപയാക്കി വർദ്ധിച്ചു. അങ്ങനെ വലിയ വർധനവാണ് പാർക്കിങ്ങിന്റെ കാര്യത്തിൽ വരുത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധിക്കുന്നത്. ഇത് ഇവിടം കൊണ്ട് തീരത്തില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാലും വീണ്ടും വന്ന് പ്രതിഷേധിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ അറിയിച്ചത്. പ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ സനൂപാണ് വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് വർധനയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിന്റെ വിശദാംശം.